നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടത് കരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലത് കരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. ഊമനെ സുഖമാക്കുന്നു. അവർ പോയിക്കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരീസയർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരും ആയിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 7-ാം തീയതി, ഈ തിങ്കളാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റും അവിടുത്തെ തിരുമുഖം കണ്ട് തിരുമൊഴി കേട്ട് അവിടുത്തെ സാന്നിധ്യം ആസ്വദിച്ച് ചെലവഴിക്കുന്ന ഈ സമയത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ സമയം ചെലവഴിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായി നമുക്ക് മനസ്സിലാക്കാം. അതിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇന്ന് ഈശോ നമ്മോട് സംസാരിക്കുന്ന കാര്യം ഊമനെ സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. ഒരാൾ ഒരു പൈശാചിക പീഡയാണ് എന്നാണ് അതിന് പറയുന്നത്. പിശാച് ബാധിതനായ ഒരു ഊമൻ, അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ചില സമയങ്ങളിൽ നമുക്കും സംസാരിക്കാൻ പറ്റാതെയാകാറുണ്ട്. എന്ത് ഒക്കെ കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാൻ പറ്റാതെയാകുന്നത്? നമുക്ക് ഈശോയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ ഒരു മൂകതയാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റാത്തത്
ഒരു പിശാച് ബാധയാണ്. മറ്റുള്ളവരോട് നന്മ പറയാൻ പറ്റുന്നില്ല, സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റുന്നില്ല, ഈശോയെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല, ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. മൂകതയാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മാത്രം മൂകത വരുന്ന ആളുകളുണ്ട്. ബാക്കി എല്ലാ സമയത്തും നല്ല സ്വരമുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ സ്വരമില്ലാതെയാകുന്നു. മൂകതയാണ്. അതൊരു പിശാചുബാധയാണ്. അതുപോലെ തിന്മ പറയുന്നതിന് പ്രേരിപ്പിക്കുന്ന ദുർബോധങ്ങളുണ്ട്. ഒരാളുടെ വായ അടച്ചു കളഞ്ഞതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വായ തുറക്കാൻ, സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒരു പൈശാചിക പീഡയാണ്. അതാണ് ഇവിടെ നമ്മൾ രണ്ടാം ഘട്ടത്തിൽ കാണുന്നത്. ഒന്നാം ഘട്ടത്തിൽ ഈശോയെക്കുറിച്ച്, ആ മൂകനായിട്ടുള്ള മനുഷ്യനിൽ നിന്ന് പിശാച് പുറത്തു പോകുന്നു ഒരു വശത്ത്. അപ്പോൾ തന്നെ ആ പിശാച് വേറൊരു തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ചില ആളുകളിലൂടെ സംസാരിക്കുകയാണ്. സംസാരിക്കുന്നത് തിന്മയാണ്. ആ മറ്റുള്ളവർ, ഈ മൂകനിൽ നിന്ന് പുറത്തു പോയ പിശാച് വേറെ ആളുകളിൽ പ്രവേശിച്ചിട്ട് അവർ പറയുകയാണ്, ഈശോ ഈ പിശാചുക്കളെ പുറത്താക്കുന്നത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണെന്ന്. അത് പറയിക്കുന്നത് ആരാണ്? അപ്പം ഇവിടെ നിന്ന് പോയത് അവിടെ കയറി. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ശ്രദ്ധിക്കണം. ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നതിന്, അല്ലെങ്കിൽ ഈശോയോട് സംസാരിക്കുന്നതിന് നമ്മെ മൂകരാക്കി മാറ്റുന്ന ദുർബോധങ്ങൾ ഒരു വശത്ത്. ആ ദുർബോധങ്ങൾ ചില ആളുകളിൽ പ്രവർത്തിക്കുന്നത് തിന്മ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോയെക്കുറിച്ച് തന്നെ തിന്മ പറയാൻ, സഭയെക്കുറിച്ച് തിന്മ പറയാൻ, സമർപ്പിതരെക്കുറിച്ച് തിന്മ പറയാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് തിന്മ പറയാൻ പ്രേരിപ്പിക്കുന്ന ചില ദുർബോധങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അവബോധമുള്ളവരാകാം. അതിൽ നിന്ന് വിടുതൽ നേടുന്നതിന് ഈശോയുടെ ഇടപെടലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ഈശോ പറയുന്നത്. ഇപ്രകാരമുള്ള തിന്മകളുടെ സ്വാധീന വലയങ്ങളിൽ പെട്ടുകിടക്കുന്ന മനുഷ്യന്, അതാണ് ഇടയനില്ലാത്ത ആടുകൾ. ഇടയനില്ലാത്ത ആടുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഇടയനില്ലാത്ത ആളുകൾ. തൊട്ട് മുമ്പ് ചില ഇടയന്മാരെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. പിശാചുക്കളാകുന്ന ഇടയന്മാർ, തിന്മയിലേക്ക് വഴികാട്ടുന്ന വഴികാട്ടികൾ. അതാണ് പിശാച്. ഒരാളെ ഊമനാക്കിയത്, വേറൊരാളെ തിന്മ പറയുന്നവനാക്കിയത്, അങ്ങനെ തിന്മയിലേക്ക് നയിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. അവർ നയിക്കപ്പെടുന്നത് ഇടയനാലല്ല, പിശാചിനാലാണ്. പിശാച് നയിക്കുന്നത് നന്മയിലേക്കല്ല, തിന്മയിലേക്കാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഇടയന്മാരെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നവരെ, ഞങ്ങളിൽ നിന്ന് തിന്മ പുറത്താക്കുന്നവരെ, ഞങ്ങളെ ജീവനിലേക്ക് നയിക്കുന്നവരെ, സമൃദ്ധിയിലേക്ക് നയിക്കുന്നവരെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മൾ തിന്മയുടെ അരൂപികളാൽ നയിക്കപ്പെട്ട സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. നന്മ പറയേണ്ടിടത്ത് നന്മ പറയാതെ നമ്മൾ മൂകരായിപ്പോയി. പറയാൻ പാടില്ലാത്ത തിന്മകൾ സംസാരിച്ച് നമ്മൾ അധമരായിപ്പോയി. അങ്ങനെ ചെയ്യേണ്ട നന്മകൾ ചെയ്യാതെ, ചെയ്യാൻ പാടില്ലാത്ത തിന്മകൾ ചെയ്ത് ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവർത്തികളിൽ നമുക്ക് കുറവ് വന്നു, വീഴ്ചകൾ വന്നു. നമുക്ക് അനുതപിക്കാം. നമ്മുടെ മനസ്സാക്ഷിയെ യേശുനാമത്തിൻ്റെ ആ പ്രകാശത്താൽ നമുക്ക് വിശുദ്ധീകരിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച്, ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം.
ഈശോയേ 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ അവിടുന്ന് നമ്മെ നയിച്ചതിനെ ഓർത്ത്, നല്ല ഇടയനായി ഈശോ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിനെ ഓർത്ത്, നല്ല ഇടയന്മാരെ അവിടുന്ന് നമുക്ക് പ്രവാചകന്മാരുടെ രൂപത്തിൽ, പുരോഹിതന്മാരുടെ രൂപത്തിൽ, സുവിശേഷകരുടെ രൂപത്തിൽ, നമ്മുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ, ജീവിത പങ്കാളിയുടെ രൂപത്തിൽ, മക്കളുടെ രൂപത്തിലെല്ലാം നല്ല ഇടയരെ ഈശോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത്, അധ്യാപകരുടെ രൂപത്തിൽ നല്ല ഇടയരെ നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ലഭിച്ച ഭൗതികവും ആത്മീകവുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, ഓരോന്നിനെയും കുറിച്ചോർത്ത് എണ്ണി നന്ദി പറഞ്ഞ് നമുക്ക് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്ന ആരാധന. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ആരാധിക്കുന്ന ശക്തിയോടെ കരമടിക്കുന്ന സ്തുതിക്കുന്നു, ആരാധിക്കുന്ന സ്തുതിക്കുന്നു, ആരാധിക്കുന്ന ആരാധിക്കുന്ന സ്തുതിക്കുന്നു, ആരാധിക്കുന്ന ആരാധന 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 ആരാധന. നന്ദി 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 പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. കാണുന്ന കാഴ്ചകളെ ഓർത്ത്, കേൾക്കുന്ന കേൾവികളെ ഓർത്ത് കരമടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധിക്കുന്ന. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങൾ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ധാരാളം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരുണ്ടാകണമെന്നത് എൻ്റെ വ്യക്തിപരമായൊരു നിയോഗമായി മാറട്ടെ. ഇടയനില്ലാത്ത ആടുകൾ, ഈശോയില്ലാത്ത മനുഷ്യർ. ഇടയനില്ലാത്ത ആടുകൾ എന്നാൽ ക്രിസ്തുവില്ലാത്ത മനുഷ്യർ എന്നാണ് അർത്ഥം. ക്രിസ്തുവില്ലാത്ത മനുഷ്യർ പരിഭ്രാന്തരാണ്, ചിതറിക്കപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടി ക്രിസ്തുവായി തീരുന്ന ഇടയന്മാരെ ഈ ഭൂമിക്ക് നൽകണമേ. എല്ലാവരും ഈശോയിലേക്ക്, ഈശോയാകുന്ന വലിയ ഇടയനിലേക്ക്, സ്വർഗമാകുന്ന ആ ശാശ്വതമായ ആലയിലേക്ക് നയിക്കപ്പെടണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ ഇടയനായിത്തീരാൻ, ഈശോയാൽ അയക്കപ്പെടുന്ന ഇടയനായിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്കും വിളിയുണ്ട്, നിയോഗമുണ്ട് എന്നോർത്ത് പ്രാർത്ഥിക്കാം. അനേകരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരാളായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം.
നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങൾ സമർപ്പിച്ച് 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, 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 നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ദിവ്യകാരുണ്യാശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് ഈ ദിവ്യകാരുണ്യാശീർവാദത്തിൻ്റെ മുദ്ര ആഴത്തിൽ പതിയപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും താമസിക്കാൻ ഭവനമില്ലാത്തവരെയും യാത്ര ചെയ്യുന്നവരെയും രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരെയും ഓപ്പറേഷന് വിധേയരാകുന്നവരെയും ഇന്ന് ജന്മദിനം ആഘോഷിച്ചവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരെയും ഡി അഡിക്ഷൻ സെൻ്ററുകളിലായിരിക്കുന്നവരെയും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിട്ടുള്ളവരെയും കുടുംബ സമാധാനമില്ലാത്തവരെയും പലതരത്തിൽ ദുഃഖദുരിതങ്ങളിലൂടെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മനുഷ്യരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് ഈശോയെ ആരാധിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കാൻ നല്ല ഇടയന്മാരെ ഞങ്ങൾക്ക് നൽകുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ നല്ല ഇടയരായി തൻ്റെ അജഗണത്തിന് പ്രദാനം ചെയ്യുന്ന, ഞങ്ങളെ നല്ല ഇടയന്മാരാക്കി മാറ്റുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ഒത്തിരി നാളുകളായി വയറുവേദനയിലൂടെ മകളെന്തി കടന്നുപോയ ഒരു മകൾക്ക് കർത്താവ് ഇന്ന് അത്ഭുതകരമായി സൗഖ്യം നൽകിയതിൻ്റെ ഒരു സാക്ഷ്യം നമുക്ക് ഇപ്പോൾ കേൾക്കാം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് കർത്താവ് സൗഖ്യവും വിടുതലും തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആ സമയത്ത് തന്നെ നൽകുന്നതിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ കരമടിച്ച് നന്ദി പറയാം. സഹോദരി വന്ന് പറഞ്ഞാൽ മതി. സഹോദരി പറഞ്ഞാൽ മതി.
ഞാൻ വിരാജ്പേട്ടയിൽ നിന്ന് വരുന്നത്. എൻ്റെ മോൾക്ക് വയറുവേദനയായിരുന്നു. ഒരു വർഷമായി വയറുവേദന വന്നിട്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അവൾക്ക് സൗഖ്യം കിട്ടി. എൻ്റെ പേര് അശ്വിത. ഞാൻ കർണാടകത്തിൽ നിന്ന് വരുന്നത്. ഞാൻ ഒത്തിരി വയറുവേദന, തലവേദന എല്ലാം ഉണ്ടായി. ഇപ്പം ഇവിടെ വന്നിട്ട് സൗഖ്യം കിട്ടി. ദൈവത്തെ സ്തുതി. കർത്താവിന് നന്ദി പറയാം. അതുപോലെ പ്രിയപ്പെട്ടവരെ മറ്റൊരു സാക്ഷ്യം കൂടെ കേൾക്കാം. കുറച്ചിൽ മാറി. എൻ്റെ പേര് വിരാജ്പേട്ട കൊടകില്. ഞങ്ങൾക്ക് 1 വീക്ക് നന്നൽ അപ്പപ്പ ചൊറിച്ചൽ, അലർജി ഇതെല്ലാം ആവും. ഇനി ഇവിടെ വന്ന ശേഷം എല്ലാം ശരി. ഒരു ആഴ്ചയായിട്ട് വലിയ സ്കിൻ അലർജി ചൊറിച്ചിലും അവിടെ കടന്നു പോയതാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് സൗഖ്യം നൽകിയതിനെ ഓർത്ത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ളൊരു രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദികരുടെ നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനത്തിൻ്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ എന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.